നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കല്ലൂരിൽ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. 2 കടകളിൽ നിന്നുമായി കവർന്നത് 65,000 രൂപ. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ സഞ്ചാരപാത മുന്നറിയിപ്പില്ലാതെ അടച്ചുകെട്ടി. നടപടിക്കെതിരെ പ്രതിഷേധം. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് നിയുക്ത MLA KK രാമചന്ദ്രന്റെ പര്യടനം. കൊടകര പഞ്ചായത്ത് 11-ാം വാർഡിലുള്ള വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും രോഗികൾക്കും ഉപയോഗിക്കുന്നതിനായി വീൽചെയർ സംഭാവന ചെയ്തു. പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബ്ബാണ് വീൽചെയർ വിതരണം നടത്തിയത്. പറപ്പൂക്കര PVSHSS ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കല്ലൂരിൽ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. കല്ലൂർ ചുങ്കത്തുള്ള മന്ന സ്റ്റോഴ്സ്, പള്ളിക്കുന്നിലെ സെന്റ് റാഫേൽ സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിലാണ് കവർച്ച നടന്നത്. 2 കടകളിൽ നിന്നായി 65,000 രൂപ മോഷ്ടാക്കൾ കവർന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കല്ലൂർ മേഖലയിൽ വ്യാപാരികളെ ആശങ്കയിലാഴ്ത്തിയാണ് ഒരേ രാത്രിയിൽ 2 പ്രധാന സ്ഥാപനങ്ങളിൽ മോഷണം നടന്നത്. വെള്ളിയാഴ്ച രാവിലെ ജീവനക്കാർ കട തുറക്കാനെത്തിയപ്പോഴാണ് കവർച്ചാ വിവരം അറിയുന്നത്. കല്ലൂർ ചുങ്കത്തുള്ള മന്ന സ്റ്റോഴ്സിൽ നിന്ന് 35,000 രൂപയും പള്ളിക്കുന്നിലെ സെന്റ് റാഫേൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 30,000 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. 2 കടകളിലും മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത്. അതേസമയം കടകളിലെ മറ്റ് സാധനങ്ങളൊന്നും മോഷ്ടാക്കൾ കൊണ്ടുപോയിട്ടില്ല. കടകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ 2 പേരടങ്ങുന്ന സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ട്. ഹെൽമറ്റ് കൊണ്ട് മുഖം മറച്ചെത്തിയ സംഘം അതിവിദഗ്ധമായാണ് കടയ്ക്കുള്ളിൽ കടന്നത്. വിവരമറിഞ്ഞതിനെ തുടർന്ന് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ സഞ്ചാരപാത മുന്നറിയിപ്പില്ലാതെ അടച്ചുകെട്ടിയ റെയിൽവേ അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധമുയരുന്നു. ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് ഒട്ടും പരിഗണന നൽകാതെയാണ് റെയിൽവേ അധികൃതർ പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷേപം. പുതുക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തായി റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റാണ് റെയിൽവേ അധികൃതർ താഴിട്ട് പൂട്ടിയത്. കാലങ്ങളായി യാത്രക്കാർ ഉപയോഗിക്കുന്ന പാതയാണിത്. ഇതിന് സമീപത്തായി വാഹനങ്ങൾ നിർത്തുന്നതിന് സൗകര്യവും ഓട്ടോ സ്റ്റാൻഡും ഉള്ളതിനാൽ ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്കും ലഗേജുകൾ കൊണ്ടുപോകുന്നതിനും മറ്റും ഏറെ സൗകര്യപ്രദമായ വഴിയാണ് അടച്ചുപൂട്ടിയത്. ഇതുവഴി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന് അകത്ത് കടക്കാൻ 24 പടികൾ കയറി ഇറങ്ങേണ്ടതുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ വീണ്ടും പടികളുണ്ട്. ഇതെല്ലാം ഒഴിവാക്കി ഭിന്നശേഷിക്കാർക്ക് എളുപ്പത്തിൽ പ്ലാറ്റ്ഫോമിൽ എത്താൻ കഴിയുന്ന പാത അടച്ചുകെട്ടിയത് പ്രതിഷേധാർഹമാണെന്ന് പൊതുപ്രവർത്തകനായ വർഗീസ് തെക്കേത്തല പറഞ്ഞു. പുതുക്കാട് റെയിൽവേ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഭിന്നശേഷിക്കാരായാലും വയസ്സായ ആൾക്കാരായാലും വയോജനങ്ങളായാലും സഞ്ചരിച്ചിരുന്ന ഒരു പാതയാണ് യാതൊരു മുന്നറിയിപ്പില്ലാണ്ട് അടച്ചുകെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് അടച്ചു കെട്ടുന്നതിന് മുന്നേ ഈ റെയിൽവേ മേലധികാരികൾ അറിയേണ്ടതായിരുന്നു ഈ സമൂഹത്തിലുള്ള ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ഇതിലൂടെ നടന്നു പോകാനുള്ള, സുഗമമായി നടന്നു പോകാനുള്ള ഒരു സഞ്ചാരപാത ഉണ്ടാക്കേണ്ടത്. ഈ സഞ്ചാരപാത മുഴുവൻ അടച്ചു കെട്ടി. ഇന്നിപ്പോൾ എന്നെ പോലുള്ള ഭിന്നശേഷിക്കാരൻ ഒരു വീൽ ചെയറോടേക്ക് വരികയാണെങ്കിൽ ഇതിലാണ് ഇറങ്ങിപ്പോയിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പുതുക്കാട് നമ്മുടെ സെൻട്രലിൽ അവിടെ ചെന്ന ഒരു 12 സ്റ്റെപ്പ് ഞങ്ങൾ കയറി ഇറങ്ങണം. ഒരു 60% 70% അംഗവൈകല്യമുള്ള ഒരു ഭിന്നശേഷിക്കാരൻ വരണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആരെങ്കിലും കൈ പിടിച്ചിട്ട് വേണം അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ. അപ്പോൾ ഒരു വീൽ ചെയറിൽ വരുന്ന വ്യക്തി എങ്ങനെയാണ് അങ്ങോട്ട് ഇറങ്ങി പോവുക? അത് റെയിൽവേ നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്ന് പറയില്ലല്ലാണ്ട് ഭിന്നശേഷിക്കാരെ ദ്രോഹിക്കുന്ന ഒരു നടപടികളായിട്ടാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഈ റെയിൽവേരെ ഈ അടച്ചുകെട്ടൽ. അതേസമയം ഇരുചക്ര വാഹനങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് അതിക്രമിച്ച് കയറുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ ഗേറ്റ് അടച്ചുപൂട്ടിയതെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു. വൈകിയെത്തുന്ന യാത്രക്കാരെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ ഇതുവഴി പലതവണ ഇരുചക്ര വാഹനങ്ങൾ അപകടകരമായി ഓടിച്ചു കയറ്റിയതാണ് ഈ വഴി നിയന്ത്രണം ഏർപ്പെടുത്തിയത്. യാത്രക്കാർക്ക് ആവശ്യമായ സമയങ്ങളിൽ ഗേറ്റ് തുറന്നു നൽകാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റെയിൽവേയുടെ ന്യായം. അടച്ചുപൂട്ടിയ ഗേറ്റിന് സമീപത്താണ് ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇവിടേക്ക് ഏറെ നടക്കേണ്ടതിനാൽ കൂടുതൽ ലഗേജുമായി എത്തുന്ന യാത്രക്കാർ തൃശ്ശൂരിൽ ഇറങ്ങുന്ന സ്ഥിതിയാണെന്ന് ഓട്ടോ ഡ്രൈവറായ ബെന്നി പറയുന്നു.
യാത്രക്കാരുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ അടച്ചു കെട്ടിക്കണ ഇത് കാരണം കൊണ്ട് അപ്പുറത്ത് ഇറങ്ങണ ആൾക്കാർക്ക് ലഗേജുമായിട്ട് വന്നിട്ട് സുഗമമായിട്ട് വരാൻ പറ്റണില്ല. എവിടെ എത്തുമ്പോഴേക്കും അവിടെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ആ റോട്ടിൽ കൂടെയും വരാൻ പറ്റില്ല, വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാരണം കൊണ്ട്. അപ്പോൾ വയസ്സായവർ ഈ ലഗേജും കൈപ്പിടിച്ച് ഇവിടെ വന്നിട്ട് ഞങ്ങളോട് എടുത്തു കൊണ്ടുവരാനാണ് പറയുന്നത്. അവരെന്നിട്ട് കൈപ്പിടിച്ച് ആ ചാലൊക്കെ ചാടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ. അത് കാരണം കൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കുറേ പേര് ഇപ്പോൾ ഇവിടെ ഇറങ്ങണില്ല, തൃശ്ശൂരൊക്കെ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ വണ്ടി വിളിച്ച് പോരുന്നത്. കാലങ്ങളായി ഉപയോഗിച്ചിരുന്ന വഴി അടച്ചുകെട്ടിയ നടപടി പുനഃപരിശോധിക്കണമെന്നും യാത്രക്കാർക്ക് സുഗമമായി പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാൻ സൗകര്യമൊരുക്കണമെന്നുമാണ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാനുള്ള ഈ ഒരു വഴി റെയിൽവേ അധികൃതർ അടച്ചിട്ടിട്ട് ഏതാനും നാളുകളായി. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന, ഭിന്നശേഷിക്കാരടക്കമുള്ള റെയിൽവേ യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ പാത അടച്ചുപൂട്ടിയത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയുമാണ്. അതേസമയം റെയിൽവേ അധികൃതർ പറയുന്നത് ഈ വഴി ഇരുചക്ര വാഹനങ്ങളടക്കമുള്ളവർ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ്. ഏതായാലും വലിയ ദുരിതം പേറിയാണ് ഇപ്പോൾ ഇവിടെ എത്തുന്ന യാത്രക്കാരും ഒപ്പം ഭിന്നശേഷിക്കാർ അടക്കമുള്ളവർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നത്. തൊട്ടപ്പുറത്ത് 24 പടികൾ ഇറങ്ങി വേണം പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ. ഏതായാലും അധികൃതർ യാത്രക്കാരുടെ ഈ ഒരു പ്രശ്നം അടിയന്തരമായി നേരിൽ കണ്ട് പരിഹരിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മുൻ DGP PJ അലക്സാണ്ടർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. 1960 ബാച്ചിലെ ഉദ്യോഗസ്ഥനായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പോലീസ് പരിഷ്കരണത്തിൽ നിർണായക പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനാണ് വിടവാങ്ങുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. പാലക്കാട്, കോഴിക്കോട്, ആലപ്പുഴ എന്നിവിടങ്ങളിൽ SP ആയിരുന്നു. 75-ൽ DIG ആയി. തുടർന്ന് റവന്യൂ ബോർഡ് ജോയിന്റ് കമ്മീഷണർ, സാമ്പത്തിക കുറ്റാന്വേഷണം, സെക്യൂരിറ്റി ഇന്റലിജൻസ് DIG ആയും, ട്രാവൻകൂർ ടൈറ്റാനിയം, ട്രാവൻകൂർ സിമന്റ്സ്, KSRTC എന്നിവയുടെ MD ആയും പ്രവർത്തിച്ചു. 83-ൽ IG ആയി. ക്രൈം IG, IMG ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു. 4 പുസ്തകങ്ങളുടെ രചയിതാവും കൂടിയാണ് ഇദ്ദേഹം. നിയുക്ത പുതുക്കാട് MLA KK രാമചന്ദ്രൻ വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് മണ്ഡലത്തിൽ പര്യടനം നടത്തി. കാവനാട് സെന്ററിൽ നടന്ന നന്ദി പ്രകടന യോഗത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ചുവന്ന ഹാരങ്ങൾ അണിയിച്ചും പൂച്ചെണ്ടുകൾ നൽകിയും നാട്ടുകാർ MLAയെ സ്വീകരിച്ചു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത്, CPM മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി CV രവി, CITU കൊടകര ഏരിയ വൈസ് പ്രസിഡന്റ് TA ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം KR ശശികുമാർ, PS വാസു, PK സുബ്രഹ്മണ്യൻ, PC മല്ലിക, KK സോജ, വിമല സുകുമാരൻ, TO ഉണ്ണികൃഷ്ണൻ, TP ബാബു എന്നിവർ നേതൃത്വം നൽകി. കേരള നിയമസഭയിൽ പുതുക്കാട് നിയോജക മണ്ഡലത്തിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ മറ്റത്തൂർ 3 മുറി ഒമ്പതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി ഉറിയടി മത്സരം സംഘടിപ്പിച്ചു. നിരവധി കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. P പ്രഭാകരൻ, P ഭാസ്കരൻ, P രാജീവ്, ജയകുമാർ പൊലിയെടുത്ത് എന്നിവർ നേതൃത്വം നൽകി. കർപ്പകശ്ശേരി വേണുമൂസ് ആചാര്യനായി നടക്കുന്ന യജ്ഞം ഞായറാഴ്ച ആറാട്ട്, പ്രസാദ ഊട്ട് എന്നിവയോടെ സമാപിക്കും. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ മുറുകുന്നതിനിടെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹവുമായി നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലാണ് INTUC നേതാവ് വഴിപാടുകൾ നടത്തിയത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമായിരിക്കെയാണ് പ്രിയ നേതാവിനായി തൃശൂരിലെ പ്രശസ്തമായ ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകൾ നടന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലാണ് പൂജകൾ നടന്നത്. രമേശ് ചെന്നിത്തലയുടെ ജന്മനക്ഷത്രമായ തിരുവാതിര കണക്കാക്കിയാണ് പൂജകൾ നടത്തിയത്. മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം എത്തുക എന്ന ലക്ഷ്യത്തോടെ ദിവസപൂജ, കുരുതി പുഷ്പാഞ്ജലി, ഒറ്റ ശർക്കര നിവേദ്യം എന്നിവ വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. INTUC തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണനാണ് ഈ പ്രത്യേക പൂജകൾക്ക് പിന്നിൽ. ചെന്നിത്തലയുടെ സ്ഥാനലബ്ധിക്കായി തന്റെ ഭക്തിപൂർവമായ സമർപ്പണമാണിതെന്ന് അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വിവിധ ഘടകകക്ഷികളും നേതാക്കളും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥനകളും വഴിപാടുകളും നടക്കുന്നത് ശ്രദ്ധേയമാവുകയാണ്. പറപ്പൂക്കര PVSHSSൽ
15 വയസ്സിൽ താഴെയുള്ളവർക്ക് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ TS മുരളി ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റിൽ കൊടകര GNBHS ജേതാക്കളായി. ചെയർപേഴ്സൺ CNN റണ്ണറപ്പായി. പഞ്ചായത്ത് അംഗം ലതാ കൃഷ്ണകുമാർ സമ്മാനദാനം നിർവഹിച്ചു. കൊടകര പഞ്ചായത്തിലെ 11ാം വാർഡിലുള്ള വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും രോഗികൾക്കും ഉപയോഗിക്കാൻ പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബ്ബ് അംഗൻവാടിയിലേക്ക് വീൽ ചെയർ സംഭാവന ചെയ്തു. ലയൺസ് ക്ലബ്ബ് അംഗങ്ങളായ PA തോമസ്, ജോണി മാഞ്ഞാങ്ങ എന്നിവർ ചേർന്ന് വാങ്ങി നൽകിയ വീൽ ചെയറിന്റെ കൈമാറ്റം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജസ്റ്റിൻ പൊന്മണിശ്ശേരി നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോയ്സൺ കീരിയത്ത് അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ, ലയൺസ് ക്ലബ്ബ് സോൺ ചെയർമാൻ PD ജോൺസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റിൻസൺ, അങ്കണവാടി വർക്കർ ശ്രീദേവി, ക്ലബ്ബ് സെക്രട്ടറി ജോണി മാഞ്ഞാങ്ങ, മീഡിയ കോർഡിനേറ്റർ KO വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. അവർ പറഞ്ഞത് നിങ്ങൾ കാശ് തന്നിട്ട് പോക്കോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത് വേറെ ആരും അറിയണ്ടെന്ന് പറയാ. അങ്ങനത്തെ പരിപാടി ലയൺസ് ക്ലബ്ബിലില്ല. അതിപ്പോൾ ഞാൻ അവിടെ റെക്സും കണക്ട് ചെയ്തിരുന്നു. ഞങ്ങൾ പറഞ്ഞപ്പോൾ അർഹിക്കുന്ന വ്യക്തിയായിരുന്നില്ല അത് ആ സഹായം. അത് അങ്ങനത്തെ ചില ഒന്നും പറ്റാറുണ്ട്. നമ്മളവിടെ ചെന്ന് പിന്നെ കൊടുത്തില്ല. അർഹിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ നാട്ടിൽ നമ്മളെ സമീപിച്ച ലയൺസ് ക്ലബ്ബിനെ സമീപിച്ച എല്ലാവരെയും സഹായിക്കാൻ നമുക്കായിട്ടുണ്ട്. അത് നമുക്ക് സാധ്യമാകുന്നത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നല്ല മെമ്പർമാരുടെ സഹകരണം കൊണ്ടാണ്. ഇന്നിപ്പോൾ ഈ വീൽ ചെയർ ഇവിടെ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് മെയ് 11 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ശനിയാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തെക്കുകിഴക്കൻ അറബിക്കടലിലും ലക്ഷദ്വീപിനും മുകളിലായി തെക്കൻ കേരള തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ചക്രവാത ചുഴി മുതൽ തെക്കു പടിഞ്ഞാറൻ മധ്യപ്രദേശ് വരെ കർണാടകയുടെ ഉൾഭാഗങ്ങളിലൂടെയും മഹാരാഷ്ട്രയിലൂടെയും സമുദ്രനിരപ്പിൽ 0.9 കിലോമീറ്റർ ഉയരത്തിലായി ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഒഴിവുള്ള 2 മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കാണ് നിയമനം. MBBS, TCMC രജിസ്ട്രേഷൻ എന്നിവയാണ് നിശ്ചയിച്ച യോഗ്യതകൾ. 60,410 രൂപയാണ് പ്രതിമാസ വേതനം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പകർപ്പുകൾ സഹിതം മെയ് 13 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി അപേക്ഷിക്കുക. അപേക്ഷകൾ നേരിട്ടോ സൂപ്രണ്ട്, മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം, പാടി PO, തൃശൂർ 680699 എന്ന വിലാസത്തിലോ അയക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9447669681 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വെണ്ടൂർ വട്ടനാത്ര പൂക്കോട് വരാക്കര പള്ളി റോഡിൽ നവീകരണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ വട്ടനാത്ര മുതൽ പൂക്കോട് വരെയുള്ള ഭാഗങ്ങളിൽ വാഹന ഗതാഗതം നിരോധിച്ചു. വരാക്കര ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പൂക്കോട് സെന്ററിൽ നിന്നും തിരിഞ്ഞു പോകണമെന്ന് പൊതുമരാമത്ത് വിഭാഗം കൊടകര സെഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. മുപ്ലിയം GHSSലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇക്കണോമിക്സ്, ഫിസിക്സ് ജൂനിയർ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം മെയ് 29 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ട്, അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,995 രൂപ, പവന് 1,11,960 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കല്ലൂരിൽ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. 2 കടകളിൽ നിന്നുമായി കവർന്നത് 65,000 രൂപ. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ സഞ്ചാരപാത മുന്നറിയിപ്പില്ലാതെ അടച്ചുകെട്ടി. നടപടിക്കെതിരെ പ്രതിഷേധം.
വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് നിയുക്ത MLA KK രാമചന്ദ്രന്റെ പര്യടനം. കൊടകര പഞ്ചായത്ത് 11ാം വാർഡിലുള്ള വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും രോഗികൾക്കും ഉപയോഗിക്കുന്നതിനായി വീൽ ചെയർ സംഭാവന ചെയ്തു. പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബ്ബാണ് വീൽ ചെയർ വിതരണം നടത്തിയത്. പറപ്പൂക്കര PVSHSS ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.